മാന്ത്രികമണി. ഒരിക്കൽ കാട്ടിനുള്ളിൽ റോബി എന്നു പേരുള്ള കുരങ്ങൻ താമസിച്ചിരുന്നു. റോബി എപ്പോഴും മറ്റു മൃഗങ്ങൾക്ക് സഹായമായിരുന്നു. അവൻ ആനയ്ക്ക് നല്ല പഴങ്ങൾ പറിക്കാനും, ആമയില്ലാത്തപ്പോൾ മാൻകുഞ്ഞുങ്ങളെ നോക്കാനും, പിന്നെ മുയലിനെ പുഴ കടക്കാനും സഹായിച്ചിരുന്നു. റോബിയുടെ വീട് ഒരു വലിയ ശക്തിശാലിയായ മരമായിരുന്നു. അത് കാട്ടിന്റെ നടുക്കായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും അറിയാമായിരുന്നു റോബിയെ എവിടെയും കാണാൻ കിട്ടിയില്ലെങ്കിൽ അവൻ ആ മരത്തിൽ കാണുമെന്ന്. അതും അവന്റെ ഓടക്കുഴൽ വായിച്ചുകൊണ്ട്. അവൻ അവന്റെ ഓടക്കുഴലിലൂടെ നല്ല ഈണങ്ങൾ വായിക്കുമായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും അവന്റെ ഈണത്തിലുള്ള ഓടക്കുഴൽ വായന വളരെ ഇഷ്ടമായിരുന്നു. നീ ഇവിടെ ഇരിക്കുവാണോ റോബി? ടോർട്ടോയ്സ് നിന്നെ തിരയുന്നുണ്ടായിരുന്നു. അവന് അവന്റെ ഗാർഡിനായി വേണമായിരുന്നു. അവന്റെ ഗാർഡോ? അത് ഞാൻ അവൻ മുഴുവൻ പറയുന്നത് കേൾക്കാൻ നിന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ അവൻ ഉദ്ദേശിച്ചത് ഗാർഡൻ. ഓ അതെ, അവനത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. വാ പോകാം. എനിക്കൊരു സംശയം. നീ എപ്പോഴും ഇതേ സ്ഥലത്തിരുന്നെന്തേ ഓടക്കുഴൽ വായിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ആ മരം ഇഷ്ടമാണ്. എനിക്കറിയാം നീ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. പക്ഷെ ഈ മരം എന്റെ ഈണങ്ങൾ കേൾക്കാറുണ്ട്. ഓ, നീ ശരിയാ പറഞ്ഞത്. എന്ത്? നിനക്കും അത് തോന്നിയല്ലേ? ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് നീ പറഞ്ഞത് നിനക്ക് ഭ്രാന്താണെന്ന്. ശരിയാണെന്നാ. പക്ഷെ റോബി പറഞ്ഞത് ശരിയായിരുന്നു. ആ മരം അവന്റെ ഈണങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. റോബിക്ക് പോലും അറിയാൻ മേലാത്ത ഒരു രഹസ്യമായിരുന്നു അത്. സംഗീതം ആ മരത്തിന്റെ ആത്മാവിൽ തട്ടിയിരുന്നു. അത് ഈണങ്ങൾ സന്തോഷത്തോടെ കേട്ടു. റോബി എന്നും ഓടക്കുഴൽ വായിക്കുന്നതിൽ അതിന് സന്തോഷം തന്നെയായിരുന്നു. ഒരു ദിവസം റോബി ആ മരത്തിൽ ഉറങ്ങുകയായിരുന്നു. താഴേന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. എന്താണത്? ഭൂമികുലുക്കം, ഭൂമികുലുക്കം! ആരാണ് ഈ മനുഷ്യൻ? അയ്യോ, ഇതിന് കുറച്ച് സമയം എടുക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് റോബിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൻ പെട്ടെന്ന് താഴേക്ക് ചാടി. ഏയ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഈ മരം മുറിക്കുന്നത്? എൻ്റെ യജമാനി ഈ മരം വള്ളത്തിനായിട്ട് വേണം. ഈ മരത്തിന് നല്ല കുറേ ശാഖകളുണ്ട്. ഇല്ല, നിനക്കിത് മുറിക്കാൻ ആവില്ല. ആണോ? എന്തുകൊണ്ടാണത്? കേൾക്ക്, ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് വള്ളത്തിനായി ഒരു ബലമുള്ള നല്ല മരം നോക്കുമായിരുന്നു. പിന്നെ നീ മരത്തിൻ്റെ ഉടമസ്ഥനല്ല. എൻ്റെ സമയം വെറുതെ മെനക്കെടുത്തരുത്. റോബി ഒരു ബുദ്ധിശാലിയായ കുരങ്ങനായിരുന്നു. അവൻ മരം വെട്ടുകാരനെ പേടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ വിലക്കാൻ നോക്കി, പക്ഷേ ഇനി നിങ്ങളായി നിങ്ങളുടെ വിധിയുമായി. ഓ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്കറിയാമേലേ, ഈ മരത്തിലാണെങ്കിൽ ഒരു പഴയ കിളവന്റെ പ്രേതമുണ്ട്. അയാൾ ഇതിനകത്ത് കാലങ്ങളായി ഇരിപ്പുണ്ട്. നീ മരം മുറിച്ചാൽ അയാൾ എവിടെ പോകും? അയാൾ നിന്നെ തന്നെ അള്ളിപ്പിടിക്കും. എന്നെ പിടിക്കുമെന്നോ? സ്വാഭാവികം. നീയല്ലേ ഈ മരം മുറിക്കുന്നത്. നീ എന്നെ മണ്ടനാക്കുവാണോ? നീ വിചാരിക്കുന്നതിലും വളരെ ബുദ്ധിമാനാണ് ഞാൻ കുരങ്ങ. ഞാൻ ഈ കഥയിൽ ഒരിക്കലും വീഴാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് പൊയ്ക്കോ. റോബി അവന്റെ വീട് രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. മരം വെട്ടുകാരൻ വീണ്ടും ജോലിയിൽ മുഴുകിയപ്പോൾ റോബി മരത്തിൽ കയറി ഏറ്റവും മുകളിലേക്ക് പോയി. അവൻ അവിടെ ഇരുന്ന് ഇലകളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് അവൻ അവിടെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഓ, ഓ, എന്റെ വീടിനെ തൊടാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? എന്ത്? ആരാണത്? നീ എന്റെ വീട് നശിപ്പിച്ചാൽ എനിക്ക് നിന്റെ കൂടെ താമസിക്കേണ്ടി വരും. ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല മനുഷ്യ. ഓ, കുരങ്ങൻ പറഞ്ഞത് ശരിയാണല്ലോ. പേടിക്കണ്ട മനുഷ്യ, നമ്മൾ നല്ല കൂട്ടാകും. എന്ത് പറ്റി കൂട്ടുകാരാ? നിന്റെ വള്ളത്തിന്റെ കാര്യമോ? റോബി മരം വെട്ടുകാരനെ നോക്കി ചിരിച്ചോണ്ടിരുന്നപ്പോൾ മരത്തിന് ജീവൻ വെച്ചു. റോബി, നിങ്ങൾ സത്യത്തിൽ കിളവന്റെ പ്രേതമാണോ? ഇത്രയും കാലം ഞാൻ ഇതിന്റെ മുകളിലാണോ കിടന്നുറങ്ങിയിരിക്കുന്നത്? സത്യം പറയൂ, നിങ്ങൾ എന്നെ പേടിപ്പിക്കുമല്ലേ? ഇല്ല റോബി,
ഞാൻ കിളവന്റെ പ്രേതമൊന്നുമല്ല. അതായത് എനിക്ക് വയസ്സായി, പക്ഷേ ഞാൻ ഈ മരത്തിന്റെ ആത്മാവാണ്. നിന്റെ ഈണങ്ങൾ എന്നെ ജീവിപ്പിച്ചു. നീ ഒരു ബുദ്ധിശാലിയായ കുരങ്ങനാണ് റോബി. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. നീ എന്നെ മരവെട്ടുകാരന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു. എന്നാ നന്ദി രൂപത്തിൽ ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചാലും. ഒരു മണിയോ? ഇത് വെറും സാധാരണ മണിയല്ല, ഇതൊരു മാന്ത്രിക മണിയാണ്. എപ്പോൾ നീ ഇതടിച്ചാലും ആകാശം നിനക്ക് എപ്പോഴും നല്ല നല്ല പഴങ്ങൾ തിന്നാൻ തരും. ഓ വാവ്, അതൊരു സഹായം തന്നെയാകും. പിന്നെ മറ്റുള്ള കാട്ടിലെ മൃഗങ്ങൾക്കും. അതെ, തീർച്ചയായും. പക്ഷേ ഒരു കാര്യം ഓർക്കണം റോബി, നീ ഇത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ അടിക്കാവൂ. അത് ഞാൻ ഓർത്തോളാം. വളരെ നന്ദി മരമേ. അപ്പോൾ തന്നെ റോബി മറ്റുള്ള മൃഗങ്ങളെ വിളിക്കാനായി ഓടി. പിഗ്ലെറ്റ്, ഫോക്സ്, എലി, എല്ലാവരും ഇങ്ങോട്ട് വരൂ. എന്ത് പറ്റി റോബി? ഞാൻ അവിടെ കുളിക്കുവായിരുന്നു. റോബി സംഭവിച്ചതെല്ലാം പറഞ്ഞുകൊടുത്തു. എല്ലാ മൃഗങ്ങളും അതിശയിച്ചു പോയി. അവർക്ക് വിശ്വസിക്കാൻ തന്നെ ആയില്ല മരത്തിന്റെ ആത്മാവിനെ ജീവൻ വെച്ചു എന്ന്. നീ ചെയ്തത് വളരെ ശരിയാണ് റോബി. ഞങ്ങൾക്ക് നിന്നിൽ അഭിമാനമുണ്ട്. മനുഷ്യൻ മരങ്ങൾ മുറിക്കുന്നതിന് മുൻപ് 2 പ്രാവശ്യം ആലോചിക്കണം. കാട് മുഴുവൻ പോയാൽ പിന്നീട് ഒരിക്കലും ഇവിടെ മഴയുണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഈ മണിയെക്കുറിച്ച് ആലോചിക്കുക. ഇത് സത്യമാണോ? നമുക്ക് പരിശോധിച്ചാലോ? അതെ, നമുക്ക് നോക്കാം. ഇവിടെ മഴ പെയ്യട്ടെ. റോബിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അവൻ ഒരു തവണ മണിയടിച്ചു. അപ്പോൾ ഉടനടി തന്നെ പഴയുടെ മഴ പെയ്യാൻ തുടങ്ങി. അതിൽ ഓറഞ്ച്, പിയേഴ്സ്, ആപ്പിൾസ്, പൈനാപ്പിൾ ആകാശത്തിൽ നിന്നും വീഴാൻ തുടങ്ങി. മൃഗങ്ങൾ എല്ലാം വളരെ സന്തുഷ്ടരായി. ഫോക്സ് പോയി പഴങ്ങൾ ശേഖരിക്കാൻ ഒരു കൊട്ട കൊണ്ടുവന്നു. എലിഫന്റ് അവന്റെ തുമ്പിക്കൈയിൽ പൈനാപ്പിൾ പിടിച്ച് അതിലൊരു കടിയും കടിച്ചു. അങ്ങനെ റോബി മുകളിലേക്ക് വാ തുറന്ന് ഒരു പിയർ കടിച്ചു. മൃഗങ്ങൾ അവരുടെ മനസ്സ് നിറയുവോണം കഴിച്ചു. ഇനി മുതൽ നല്ല പഴത്തെ തിരഞ്ഞു നടക്കണ്ട. അത് സത്യമായിരുന്നു. എല്ലാ ദിവസവും റോബി അവന്റെ മാന്ത്രിക മണി അടിക്കുമായിരുന്നു. അത് പഴമഴ പെയ്യിക്കുമായിരുന്നു. ഇതങ്ങനെ ദിവസങ്ങൾ നടന്നു. മൃഗങ്ങൾ റോബിയെ വിശ്വസിച്ചു. അവർ അവന്മേൽ സന്തോഷിച്ചു. ഒരു ഉച്ച സമയം റോബി മരത്തിനിടയിലൂടെ ആടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു വലിയ വാഴ കണ്ടു. കുറച്ചു ദൂരത്തിൽ തന്നെ പഴുത്ത മഞ്ഞ പഴം കണ്ട് അവന് വിശപ്പ് തോന്നി. പക്ഷേ മരത്തിൽ കയറി നല്ല പഴുത്ത പഴം കഴിക്കുന്നതിന് വേണ്ടി അവൻ പകരം ഒന്ന് ആലോചിച്ചു. മാന്ത്രിക മണി, ഞാൻ മണിയടിച്ച് ആകാശത്തിൽ നിന്നും നല്ല പടലപ്പഴം വരുത്തും. മരത്തിൻ മുകളിലെ പിന്നത്തേക്ക് മാറ്റിവെക്കാം. പഴങ്ങൾ എന്തിയേ? എന്തു പറ്റി? ഇത് നിന്നുപോയോ? ഓ, ഞാൻ രാവിലെ ഒരു പ്രാവശ്യം അടിച്ചതല്ലേ. ഈ മണി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ അടിക്കാവൂ. ഓ ശേ, പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ. അവൻ എന്തു ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവന്റെ ഫോക്സ് കൂട്ടുകാരനെ തറയിൽ കിടക്കുന്നതായി കണ്ടു. ഇന്നത്തെ പഴമഴയിൽ പഴം ബാക്കിയുണ്ടോ? സോറി, ഒന്നും ബാക്കിയില്ലല്ലോ. ഞാൻ എല്ലാം തിന്നു. ഓ, ആഹാരം കഴിച്ചാൽ ഉടൻ ഉറങ്ങണം. ബൈ ബൈ റോബി, പിന്നീട് കാണാം. ഒരു കാര്യം ചെയ്യാം, നാളെ നല്ല മത്തങ്ങ വീഴ്ത്താൻ നോക്കാം. മത്തങ്ങ തിന്നാൻ ആഗ്രഹമുണ്ട് എനിക്ക്. മത്തങ്ങ തിന്നാൻ ആഗ്രഹം? പക്ഷേ എനിക്ക് വല്ലതും തിന്നണം. ഞാനാണ് മരംവെട്ടുകാരിൽ നിന്നും മരത്തെ രക്ഷിച്ചത്. ഞാനാണ് മാന്ത്രിക മണിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ. ഞാൻ മാത്രം പട്ടിണിയായി. ഇത് ശരിയല്ല, ഒട്ടും ശരിയല്ല. അത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല. റോബിക്ക് വിശപ്പ് കാരണം ദേഷ്യത്തിൽ അവൻ മറന്നുപോയി. അവന് എളുപ്പമായി വാഴയിൽ കയറി ആ പഴം തിന്നാമെന്ന്. അടുത്ത ദിവസം രാവിലെ റോബി മരത്തിന്റെ അടുത്ത് നിന്ന് അപ്പോൾ തന്നെ കുറെ പഴങ്ങൾ ആകാശത്തിൽ നിന്നും വീണു. അവന് കഴിക്കാൻ പറ്റുന്ന അത്രയും അവൻ കഴിച്ചു. ബാക്കി അവൻ ശേഖരിച്ചു വെച്ചു. അവൻ പിന്നെ ബാക്കി എല്ലാ പഴവും മരത്തിന്റെ പിറകെ ഒളിപ്പിച്ചിരുന്നു. റോബി, നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ കൂട്ടുകാർക്ക് വിശക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ദിവസം മുഴുവൻ വിശന്നാലോ? ഇത് സ്വാർത്ഥതയാണ് റോബി.
എല്ലാവർക്കും വേണ്ടി ധാരാളം പഴങ്ങളുണ്ട്. നീ എല്ലാവർക്കും നൽകണം. എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ആ മണി എനിക്ക് തന്നു, പക്ഷെ ഞാൻ വിശന്നിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ തന്നെ എല്ലാ മൃഗങ്ങളും റോബിയുടെ അടുത്ത് പഴങ്ങൾ തിരക്കി വന്നു. എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരെ, മണി കേടായി എന്ന് തോന്നുന്നു. ഞാൻ കുറെ പ്രാവശ്യം അടിച്ചു നോക്കി. നോക്കൂ, ഞാൻ ഒന്നുകൂടി അടിച്ചു നോക്കാം. റോബി മണിയടിച്ചു. പക്ഷെ പഴങ്ങൾ ആദ്യമേ താഴേക്ക് വന്നതുകൊണ്ട് സ്വാഭാവികമായി ഒന്നും നടന്നില്ല. മൃഗങ്ങൾക്ക് ദുഃഖമായി. പക്ഷെ ആരും അവനെ സംശയിച്ചില്ല. അവർ തിരികെ പോകാൻ തീരുമാനിച്ചതും നിൽക്കൂ, എനിക്കെന്തോ നല്ല മണം വരുന്നു. റോബി, മരത്തിന്റെ പിന്നിൽ എന്താണ്? ഏയ്, ഇങ്ങോട്ട് വരൂ. ഇവിടെ കുറെ പഴങ്ങളുണ്ട്. റോബി അത് നമ്മളിൽ നിന്നും ഒളിപ്പിക്കുമായിരുന്നു. എല്ലാ മൃഗങ്ങളും വന്ന് നോക്കിയപ്പോൾ അവർ അതിശയിച്ചു പോയി. റോബി, നിനക്ക് ആഹാരം തരണ്ടെങ്കിൽ നിനക്കത് പറയാമായിരുന്നു. നീ ഞങ്ങളോട് കള്ളം പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ നിനക്ക് സന്തോഷത്തോടെ എന്റെ ഭാഗം തന്നേനെ. ഞാനും തന്നേനെ. നിനക്കറിയാമോ കൂട്ടുകാരാ, ഇനി മുതൽ നീ ഒറ്റയ്ക്ക് തന്നെ ആ പഴങ്ങൾ മുഴുവൻ തിന്നാൽ മതി. ഞങ്ങൾക്ക് നിന്റെ ഒന്നും വേണ്ട സുഹൃത്തേ. റോബി അവന്റെ കൂട്ടുകാർ പോകുന്നത് കണ്ടപ്പോൾ അവൻ അവന്റെ തെറ്റ് മനസ്സിലായി. അവൻ കരയാൻ തുടങ്ങി. ഇല്ല, നിൽക്കൂ, പോകരുത്. എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ. ഞാൻ സ്വാർത്ഥത കാട്ടി. നമ്മൾ എല്ലാവർക്കുമായുള്ള കുറെ പഴങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അഥവാ എല്ലാ മിനിറ്റും പഴമഴ പെയ്താലും അത് നിങ്ങളില്ലാതെ ഒന്നുമില്ല. ദയവായി എന്നോട് ക്ഷമിക്കൂ. ദയവായി ക്ഷമിക്കൂ എന്നോട്. റോബി, സാരമില്ല, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ എന്നും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. അതെ എന്റെ കൂട്ടുകാരാ. ഞങ്ങൾക്ക് ഒട്ടും ദേഷ്യമില്ല. അതെ, ഇനി ഞങ്ങൾക്ക് കഴിക്കാമോ? വിശപ്പു എന്റെ വേഗത കുറയ്ക്കുന്നു. എല്ലാ മൃഗങ്ങളും പഴങ്ങൾ അവരുടെ വയറ് നിറയെ തിന്നു. റോബി മണി ഒരിക്കലും അവന്റെ സ്വാർത്ഥതയ്ക്കായി അടിച്ചില്ല. ശുഭം.